ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്തു നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ചാനലിൽ പോയിട്ട് കാണണം. ഇവിടേക്കുള്ള മനോഹരമായ യാത്രയും മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. അതിൻ്റെ ഒരു എൻഡ് കാണിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. നമുക്കിന്ന് അതിൻ്റെ തുടർക്കാഴ്ചകൾ കാണാം. യാത്രകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പുതിയ ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവരും കാണുക, കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനുള്ള പ്രചോദനം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ തുടർച്ച മനോഹരമായ ഡെസ്റ്റിനേഷൻ, മനോഹരമായ കാഴ്ചകൾ കണ്ടോളൂ. ഫ്രണ്ട്സ്, അപ്പം കുരിശുപാറ ചാപ്പലിൻ്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വഴികളൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ വഴിയെല്ലാം കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്ന കുരിശുപാറ സെൻറ്റ് ജോൺസ് ചാപ്പലിൻ്റെ ഈ ചാപ്പലിലേക്ക് കുരിശുമലയാണ്. കുരിശുമല എന്ന് പറയുമ്പോൾ ഓരോ നിശ്ചിത അകലത്തിൽ കുരിശുകൾ നാട്ടി കയറി വരുന്ന അത്ര ആ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ വന്ന വഴിയൊന്നും വേറെ കുരിശുമില്ല. ഇനി എന്തായാലും നമുക്ക് ഇതിനകത്ത് യേശുവിൻ്റെ ഒരു രൂപമുണ്ട്. ഇവിടുത്തെ യേശു നല്ല സുന്ദരനായ യേശു, കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന യേശുവാണ് ഇവിടെയുള്ള. ഇനി മുകളിൽ ഇരിക്കുന്ന യേശുവിനും അങ്ങനെ തന്നെ കളറൊക്കെ ഉണ്ട്. ഗുൽമോഹർ ചെടി കണ്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇവിടെ വന്ന് ഈ കാഴ്ച നേരിട്ട് കാണാൻ താല്പര്യമുള്ളതൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കിടക്കുവാന്നോ? എന്താണ് പരിപാടി? ഇങ്ങനെ ആകാശത്തിൻ്റെ അതിരുകളിൽ ചാപ്പൽ മുട്ടു നിൽക്കുന്ന മേഖലയുള്ള മലനിരകളൊക്കെ നമ്മൾ കാണാൻ കയറി വരുമ്പോൾ നമുക്ക് ജനവാസ മേഖലയിൽ. പക്ഷേ ഇത് പല മലകളിലും നമ്മൾ ഒരുപക്ഷെ പോയിട്ടുള്ള മലകളൊക്കെ തന്നെ. പക്ഷേ ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ വെച്ചിലൂടെ ഇത്ര ദൂരെയുള്ള ആ വഴി നമ്മൾ ഇങ്ങോട്ട് എന്നാൽ ഒട്ടും തന്നെ നമുക്ക് നടന്നു വരേണ്ടത്. സൗണ്ടൊക്കെ അത് എടുക്കത്തില്ല. മനോഹരമായ അങ്ങനത്തെ ചില പ്രയാസങ്ങൾ ഒരുപാട് ഇവിടെ കുറേ നേരമൊക്കെ നിന്ന് ഫുള്ളായി. പോകണം. മഴയുടെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണം കാണുന്നില്ല. മഴ ഒന്ന് മാറി നിൽക്കുന്നത്. നമ്മൾ നല്ല
എല്ലാവരും നമ്മൾ നനയ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കുറേയേറെ യാത്രകളിൽ നമ്മൾ കുറേ മലമുകളിലുള്ള മലനടക ക്ഷേത്രങ്ങൾ ടെമ്പിളുകളൊക്കെ പരിശോധിച്ചു. ഇടയ്ക്ക് പന്ത്രണ്ട് കുരിശുമല ചാപ്പലുകൾ നമ്മൾ പരിശോധിച്ചു. അപ്പോൾ അതുപോലെ തന്നെയുള്ളത് ചാപ്പൽ ആണ് ഇത്. കുരിശുപാറ മാടപാറ ചാപ്പലിൻ്റെയൊക്കെ ആ ഒരു രീതിയായിരിക്കുന്ന ആ ഒരു ചോദിച്ചൊക്കെ മനോഹരമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ തെങ്കാശിയുള്ള തെങ്ങനെയുള്ള നമ്മുടെ ആ കുരിശുമലയിലേക്ക് കയറി പോയിട്ടുള്ള ചാപ്പൽ കുറുകുന്ന് മലയിൽ കയറി പോയിട്ട് ചാപ്പൽ കണ്ടു. അത് മനോഹരമായ സംഭവം തന്നെ. ഏറ്റവും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പല കളറൊക്കെ വീട്ടിലാണെങ്കിൽ തന്നെ പല കളറിലുള്ള അതുള്ള അതായത് പരമ്പരാഗതമായിട്ടുള്ള നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള യേശുവിൻ്റെ അതിനൊക്കെ ഭംഗി കിട്ടുന്നു. ഏറ്റവും മനോഹരമായ പൂവിടർത്ത് നിൽക്കുന്ന ഒരു ഗിരിനാഥ ഇത് വനമായിരിക്കും ഒരാവശ്യം. വനമായിരിക്കും അല്ലേ. വീട് അപ്പുറത്താണുള്ളത്, ഇവിടെ ഇല്ല. ഇത് താഴോട്ട് വനമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഏരിയെങ്കിലും വനം മീൻസ് ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭൂമിയായിരിക്കും അല്ലേ. അങ്ങനെ ആയിരിക്കും. എന്തായാലും കൊള്ളാം. വേറെ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്നുണ്ടെന്ന് അറിയാമല്ലോ. നമ്മളുണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ. പാറകട ഒരു സമുച്ചയം തന്നെയാണ്. ഇതുപോലെ തന്നെ പരന്നു നടക്കുന്ന പാറയാണ് അപ്പുറത്തുള്ള. ഇവിടെ വന്നിട്ട് വീഡിയോ വയ്ക്കുന്നത് കാപ്പിയാണ്.
ഈ മണ്ണിട്ടേക്കുന്ന എന്തിനാണ്? കുരിശ് നട്ടാൻ. 14 കുരിശ്. കുരിശുമലയ്ക്ക് 14 കുരിശ് വേണം. 14 കുരിശിൻ്റെ വേണ്ടി നട്ടാൻ വേണ്ടി ഇട്ടേക്കുന്ന മണ്ണാണ്. ശരിയായാലും വലിയ കിണറ് വീണാക്കേവ്. അല്ല എന്നൊക്കെ ചെറിയ ട്രക്ക് ചെയ്യാതെ നമുക്ക് വയറ് നിറയത്തില്ല, മനസ്സിലായി? അടിപൊളി സംഭവമൊക്കെയാണ്. അടുത്തൻ്റെ അത്രയും വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഈ മറ്റേ ഡാം ശരിക്കും ആണ് അല്ലേ? പക്ഷേ വെള്ളം ഉണ്ടല്ലേ, ആ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ പറ്റും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, നോട്ട് വാട്ടർ. ഇത് തന്നെ നിങ്ങൾ നിൽക്കുന്ന എന്താ മണ്ണാണ്? ദിസ് ഈസ് അമേസിംഗ് പാറ. എനിക്ക് എൻ്റെ മാംസം കൊണ്ട് തികയത്തെ. കുരുപ്പ് പോലും നടക്കും. ചൂടായി. വേദന പോയപ്പോൾ നിങ്ങൾക്ക് ചൂടായി. സംഭവം ആ പാറയുടെ കണ്ടിന്യൂറ്റി ഇങ്ങോട്ട് ചെരിഞ്ഞടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? കാക്കി കാക്കി ഈ സെയിം വ്യൂവിൻ്റെ ഇങ്ങോട്ടുള്ള വേർഷൻസ് അത്ര വേറെ വെറൈറ്റി ഒന്നും ഇവിടോട്ടില്ല. പിന്നെ വേറെ വരാം എന്നുള്ളത് അല്ലേ? ആ നിരപ്പന്മാർ പാറ പോയല്ലോ അല്ലേ? നിരപ്പൻ പാറ ഇങ്ങനെ പരന്നും കിടക്കില്ല. അപ്പോൾ ഈ പാറയൊക്കെ ഞങ്ങൾ കണ്ടു. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വിശാലമായൊരു പാറ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ നമുക്ക് അവിടെ കിട്ടിയ പോലുള്ള വ്യൂ ആണ്. പക്ഷേ ഇത്രയും മനോഹരം അവിടെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകും. കമോൺ കമോൺ റം മകേഷ്, എന്താ പറയുക അല്ലേ? കുരിശുപാറ സെൻറ് തോമസ് ചാപ്പലിൻ്റെ പാറയുടെ ഇങ്ങോട്ടാണ്. കുരിശുപാറയാണ് എങ്കിൽ പോലും ഒരൊറ്റ ഫ്ലോട്ട് പോലുള്ള ഒരു പ്രദേശത്ത് തന്നെ 14 കുരിശുകൾ സ്ഥാപിച്ച് കുരിശിനൊക്കെ സ്ഥലത്തിൻ്റെ തീരുന്നു. നല്ല കാര്യം. എടുത്തു അതെന്താ പറയുക, നമ്മളിന്നാൾ പോയപ്പോഴും അതുപോലെ ഒരു മടങ്ങുണ്ടാവും കണ്ണമ്പഴക്കകത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ കുരിശുപാറ സെൻറ് തോമസ് ചാപ്പലിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു. കാഴ്ചകളിൽ കാണാനായിട്ടൊന്നുമില്ല. ഇവിടെ ചാപ്പൽ കുഞ്ഞിവിടെ
മനോഹരമായ ഒരു ആംബിയൻസ് അത് നമുക്ക് ഇവിടെ കിട്ടും. കുറച്ച് ചൂടൊക്കെ ആക്കിയിട്ട് ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ നല്ല മഴയുടെ പേടിയൊക്കെ ഉണ്ട്. മഴക്കോളൊക്കെ ഒന്ന് മാറിയിട്ട് അത് ചൂടായി പാറയാണ് താഴെ. ആ പാറയെല്ലാം നല്ലപോലെ കഴിക്കുക നമുക്ക് ഇത് മാർക്കറ്റ് പക്ഷേ കുറച്ചുകൂടി സന്ധ്യ കഴിഞ്ഞു 6 മണിക്ക് 5:30 6 മണിക്ക് എന്താ പറയുക നല്ലൊരു നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ മനോഹരമായ ചാക്കലാണ് ഈ ചെടിയുടെ ഈ മരത്തിൻ്റെ കാഴ്ചകൾ അതും ഒരുപാടും കാണുന്ന കാഴ്ചകൾ അത് നമുക്ക് പറഞ്ഞെടുക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാരില്ല, അതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്ക് ഒറ്റപ്പാടും ബഹളോ അങ്ങനെയുള്ള സംഭവം ഇഷ്ടമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വളരെ പീസ്ഫുള്ളായിട്ട് ചിന്തിക്കാൻ എല്ലാം അതിൻ്റെതായ രീതി അതിമനോഹരമായി കാഴ്ചകൾ ഇഷ്ടപ്പെട്ട കാഴ്ചയാണ്. ഈ ചാപ്പലിനെ കുറിച്ച് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇതിനൊന്ന് വൈകിട്ട് ചെയ്യണം. മുന്നോട്ട് ചില്ലായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്ക് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ യാത്ര ഇവിടെ വന്നിട്ട് ചെയ്യുന്നു. അടുത്ത ഒരു മനോഹരമായ കാഴ്ചകളുമായി വരാം. ഓക്കെ, ബൈ. നിങ്ങളെ വേട്ടമൃഗം ഞാനാണല്ലോ, എന്നെ വെച്ചങ്ങ് വേട്ടയാടും. യാത്രയാകുകയാണ് ചാപ്പൽ. ഈ ബോർഡ്